ഞാൻ ഇന്നലെ കണ്ട മാർക്കോ മൂവിയുടെ റിവ്യൂ കണ്ടിറങ്ങി കുറച്ച് നേരം കൊണ്ട് തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ കമൻറ്റ് ബോക്സ് ഒന്നും അധികം അങ്ങനെ ശ്രദ്ധിച്ചില്ല. ഞാൻ തുടക്കത്തിലൊരു 10 മിനിറ്റ് ഇങ്ങനെ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ ഇൻട്രാക്ട് ചെയ്തിട്ട് പിന്നെ ഞാൻ പോയി. ഐ വാസ് എക്സ്പെക്റ്റിംഗ് ലൈക്ക് ഓക്കെ, ഇതിനകത്ത് എന്താണെങ്കിലും നീ അത് പറഞ്ഞില്ല, നീ ഇത് പറഞ്ഞില്ല, നീ എന്തുകൊണ്ട് അത് പറഞ്ഞു, നീ എന്തുകൊണ്ട് ഇത് പറഞ്ഞു എന്നുള്ള ചോദ്യങ്ങളൊക്കെ വരും എന്നുള്ളത് എക്സ്പെക്റ്റഡ് ആയിരുന്നുണ്ട്. ഞാൻ നോക്കുമ്പോൾ ഇന്ന് രാവിലെ ആയപ്പോഴത്തേക്ക് സീക്രട്ട് ഏജൻറ്റ് മാർക്കോനെ കുറിച്ച് പറഞ്ഞതാണ് ഏറ്റവും വലിയ വിവാദം. ഞാൻ അങ്ങനെ നോക്കി, മാർക്കോ സിനിമേനേക്കാൾ ചർച്ചയാവുന്നത് സീക്രട്ട് ഏജൻറ്റ് മാർക്കോനെ കുറിച്ച് പറഞ്ഞു, അങ്ങനെ ഇങ്ങനെ എന്നുള്ളത്. ഇതിൻ്റെ ഈ സിനിമയുടെ ടീസർ ഇറങ്ങിയ സമയത്ത് ഞാൻ തൃശ്ശൂർ ഒരു മാച്ച് കളിയായിരുന്നു. ടീസർ കണ്ടപ്പോൾ വാസ് ലൈക്ക് വോ മാൻ, വോ ഫാക്ടർ. ഞാൻ അങ്ങനെ തന്നെ ഹോണസ്റ്റ്ലി ആ വോ ഞാൻ പറഞ്ഞതാണ്, കാരണം എനിക്ക് ആ ടീസർ ഭയങ്കര ഇഷ്ടമായി. ഓക്കെ, അപ്പോൾ ഞാൻ അതേപോലെ പറഞ്ഞു. ആൻഡ് ഒരു 1-2 ദിവസം കഴിയുമ്പോൾ കമൻറ്റ് ബോക്സ് വാസ് ലൈക്ക്, എൻ്റെ മോനെ ഏജൻറ്റ് ആരാ, ഏജൻറ്റ് ദ സൂപ്പർ ഗായ്, ഏജൻറ്റ് ദ മറ്റത് ഏജൻറ്റ് അങ്ങനെയാണ്, ഏജൻറ്റ് കിടിലമാണ്. ഞാൻ ലൈക്ക് ഞാൻ ജെന്യൂനായിട്ട് പറഞ്ഞൊരു കാര്യമാണ്. ആളുകൾ ഓക്കെ ഫൈൻ, അങ്ങനെ പോയി. അത് പിന്നെ കുറേ ആളുകൾ എടുത്തു കൊണ്ടുപോയിട്ട് മറ്റേ എന്തായിരുന്നു മീമും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഓക്കെ, സീക്രട്ട് ഏജൻറ്റ് ഇങ്ങനെ പറഞ്ഞു, ആദ്യം ഇവർ തമ്മിൽ ക്ലാഷ് ആയിരുന്നു, ഇപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ലൈക്ക് ഓക്കെ, കാരണം നല്ല സാധനം നല്ലതെന്ന് പറയും. അപ്പോൾ അത് കുറേ പേര് ഓക്കെ ഏറ്റെടുത്തു, പറഞ്ഞു ഇറ്റ്സ് ഫൈൻ, സിനിമ വരട്ടെ. ഞാൻ അതിലും പറഞ്ഞു സിനിമ വരട്ടെ. സിനിമ നല്ല കണ്ടിറങ്ങി ഞാൻ എൻ്റെ റിവ്യൂ ഒരു ഒപ്പീനിയൻ റിവ്യൂ പറയുന്നത് എൻ്റെ ഇഷ്ടമാണ്, ഞാൻ എത്ര അതിന് ടൈം ഡ്യൂറേഷൻ വേണം എന്നുള്ളത്. ചിലപ്പോൾ ഞാനും ജിത്തുബായും കൂടി ആകുമ്പോൾ ചിലപ്പോൾ അങ്ങനെ പറഞ്ഞു പോകും. നമ്മുടെ ഒരു എക്സൈറ്റ്മെൻറ്റ്, നമ്മുടെ ഒരു അത് കണ്ടതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ രണ്ടുപേർക്കും ഷെയർ ചെയ്യാൻ ഡിഫറെൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരുപോലെ വരാം. സോ അത് തന്നെയാണ് ഇന്നലെ ഉണ്ടായത്. നമ്മൾ കുറച്ച് അങ്ങനെ പറഞ്ഞു പോയി, അത് എത്ര ലെങ്ത് പോയി എന്നൊന്നും നമ്മൾ അറിഞ്ഞില്ലടേ, കുറച്ച് നീണ്ടുപോയി, 21 മിനിറ്റ്സ്, ദാറ്റ്സ് ഫൈൻ. സ്റ്റിൽ ഞാൻ പറയുന്നു എൻ്റെ ഇഷ്ടമാണ്, എൻ്റെ താല്പര്യമാണ് എത്ര നേരം സംസാരിക്കണം എന്നുള്ളത്. ഞാനത് സംസാരിച്ചു. പേഴ്സണൽ ഇൻബോക്സിൽ വന്നിട്ട് എൻ്റെ പൊന്നെ, നീ ആരടാ ഉണ്ണിയെ പറയാൻ, നീ ആരടാ മറ്റത് പറയാൻ. ഞാൻ എന്താണാവോ ആ റിവ്യൂവിനകത്ത് പറഞ്ഞത്? ഞാൻ എൻ്റെ മാർക്കോൻ്റെ റിവ്യൂവിനകത്ത് ക്ലിയർ കട്ടായിട്ട് ഇതിൻ്റെ ഒരു വയലൻസിൻ്റെ റേഞ്ച് പറഞ്ഞിട്ടുണ്ട്. ഇത്രയും വയലൻസ് ഉള്ളത് കൊണ്ട് തന്നെ അതിനൊരു ഡിസ്ക്ലൈമർ, ഒരു വാർണിംഗ് ഉണ്ടാവുമല്ലോ. നമ്മൾ തിയേറ്ററിലേക്ക് എൻ്റെ മൂവി ഒപ്പീനിയൻ കേട്ടിട്ട് പടത്തിന് പോകുന്ന ഒരുപാട് പേരുണ്ടെന്നുള്ളത് എന്നോട് പേഴ്സണലി കുറേ പേര് പറയാറുണ്ട്. സോ അവർക്കൊരു പേഴ്സണൽ ഡിസ്ക്ലൈമർ പോലെ ഞാൻ തന്നെ പറഞ്ഞിടുകയാണ്. അതായത് ഈ സിനിമ കാണാൻ പോകുമ്പോൾ നിങ്ങൾ അവരെന്നെ 18+ എന്ന് ക്ലെയിം ചെയ്യുമ്പോൾ നിങ്ങൾ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ആളുകളും കുട്ടികളെയും കൊണ്ടുപോകുമ്പോൾ അത് അത്രയും എക്സ്ട്രീം വയലൻസ് ആണ്. A സർട്ടിഫിക്കറ്റ് അവർ കംപ്ലീറ്റ്ലി യൂസ് ചെയ്തിട്ടുണ്ട്, ആൻഡ് ദാറ്റ്സ് വെൽ ഡൺ. അതിനെക്കുറിച്ചും ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. സിനിമയിൽ അപ്രീഷിയേറ്റ് ചെയ്യാൻ എനിക്ക് തോന്നിയ, എനിക്ക് പേഴ്സണലി ഫേവറേറ്റ് ചെയ്യുക ഓരോ പോർഷൻസും എടുത്തു വെച്ചിട്ട് ഞാൻ എന്ത് പറയുന്നുണ്ട്, അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്, അടിപൊളിയാന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ദിസ് വിൽ ബി എ മൂവി, ഒരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്തു. ഇനി അങ്ങോട്ട് വരുന്ന സിനിമകൾക്ക് ഇതിനപ്പുറം എന്തെങ്കിലും ചെയ്തിട്ടേ കാര്യമുള്ളൂ എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞാൽ അതൊന്നും PR ടീമിന് വേണ്ട. ഓക്കെ, നോട്ട് ദിസ്, PR ടീമിന് വേണ്ട. ഇവന്മാർ എന്തുകൊണ്ട് ഞാൻ ഉണ്ണി മൂന്തനെ പേഴ്സണലി പറഞ്ഞില്ല, ഉണ്ണി മൂന്തനെ കുറിച്ച് നല്ലത് പറഞ്ഞില്ല, ഉണ്ണി മൂന്തൻ്റെ അഭിനയത്തെക്കുറിച്ച് നല്ലത് പറഞ്ഞില്ല, ഉണ്ണി മൂന്തനെ. എൻ്റെ പൊന്നു മക്കളെ, ഞാൻ എൻ്റെ മൂവി റിവ്യൂവിൻ്റെ നിങ്ങൾ ആ എടുത്ത് വെച്ച് ഫുള്ള് നിങ്ങൾ കംപ്ലീറ്റ്ലി കാണും. ഓക്കെ, അതിനകത്ത് ഞാൻ പറഞ്ഞു എനിക്ക് ഇഷ്ടപ്പെട്ട ഓരോ പോർഷനും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഒരു പോർഷൻ ഞാൻ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഉണ്ണി മൂന്തൻ എന്ന് പറയുമ്പോഴും മാർക്കോ എന്നുള്ള ആ ക്യാരക്ടറിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. കാരണം ഒരു ടൈമിൽ ആ ഒരു കോളും ക്ലാഷും ഉണ്ടാവാൻ തന്നെ കാരണം എന്ന് പറഞ്ഞാൽ എവിടെയും ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വന്നിട്ടുണ്ട് ആ വ്യക്തിക്ക്. ഞാൻ പേഴ്സണലി അയാളെ പറയുന്നു. അപ്പോൾ പിന്നെ നല്ലതും ചീത്തയും പറയണ്ട, മനസ്സിലായോ? നല്ലതും പറയണ്ട, ചീത്തയും പറയണ്ട. ഞാൻ ആ ക്യാരക്ടർ വൈസ് മാത്രമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് പോയാൽ മതി. ഞാൻ എടുത്താ പറഞ്ഞു, നമ്മളാ പറയുന്നത് ആ ക്യാരക്ടറിനെയാണ്. ചില പോർഷൻസിൽ നമുക്ക് മിസ്സായ കാര്യങ്ങൾ എനിക്കും ജിത്തുവായിക്കും പേഴ്സണലി കണക്റ്റ് ആവാതെ പോയതോ, അല്ലെങ്കിൽ എവിടെയോ ഒരു മിസ്സിങ് ഉണ്ട്, അല്ലെങ്കിൽ കുറച്ച് ഓവർ ആയല്ലോ എന്ന് തോന്നിയ പോർഷൻസ് അതുപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് എൻ്റെ പേഴ്സണൽ ഇൻബോക്സിലും കമൻറ്റ് ബോക്സിലുമായിട്ട് കുറച്ച് പേര് ഇത് കണക്റ്റ് ആയവരുണ്ട്. എല്ലാവർക്കും എല്ലാ പടം ഇപ്പം ഞാൻ എല്ലാവരെയും പോലെ വന്നിരുന്ന് റിവ്യൂ പറയാൻ പറ്റുമോ? ഇപ്പം എല്ലാവർക്കും ചിലപ്പോൾ പറ്റിയെന്ന് പറയും, ചിലർ പേടിക്കും. മനസ്സിലായോ? ഇങ്ങനത്തെ ഒരു മാസീവ് PR അറ്റാക്ക് അല്ലെങ്കിൽ ഒരു മാസീവ് തന്തയ്ക്കും തള്ളയ്ക്കും വിളി കേൾക്കും എന്നുള്ളത് എക്സ്പെക്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നറിയോ? ചിലർ റിവ്യൂ ചെയ്യില്ല, ചിലർ ഉണ്ണിമുന്തൻ പടം വരുമ്പോഴത്തേക്ക് നല്ലത് മാത്രം പറഞ്ഞിട്ട് പോവും. ഞാൻ അങ്ങനത്തെ ഒരാളല്ല. കാരണം ഞാൻ ഈ 3.5 കൊല്ലത്തിനിടയിൽ ഇനി കേൾക്കാത്ത തന്തയ്ക്ക് വിളിയും തള്ളയ്ക്ക് വിളിയില്ല, പോകാത്ത ശൂന്യാകാശവും അതിനപ്പുറത്തുള്ള പ്ലാനറ്റുകളും എനിക്കില്ല. ഓക്കെ, ഞാൻ കുറേ പോയതാണ്, കുറേ തന്തയ്ക്കും തള്ളയ്ക്കും വിളി കേട്ടതാണ്. അതൊന്നും എനിക്കൊരു മാറ്ററുള്ള കേസേ അല്ല. ഓക്കെ,
അപ്പോൾ ഞാൻ എൻ്റെ ഒപ്പീനിയനാണ് പറയുന്നത്. എൻ്റെ ഒപ്പീനിയൻ വളരെ കൃത്യമായി പ്ലേസ് ചെയ്തിട്ടുണ്ട് ഞാൻ. അതിനകത്ത് ഇപ്പോൾ കമൻറ്റ് ബോക്സിലൂടെ പോയി നോക്കുമ്പോൾ മെജോറിറ്റി കമൻറ്റും ഈ ഗ്രഡ്ജ് അത് ഇതെന്നൊക്കെ പറയുന്നുണ്ട്. ഗ്രഡ്ജ് വെച്ച് പറയുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ആ ഒരു സിനിമയെ ഇങ്ങനെയല്ലല്ലോ റിവ്യൂ ചെയ്യുക. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്. ഞാൻ ആ സിനിമയിൽ പോയിൻ്റ് ടു പോയിൻ്റ് എനിക്ക് ഒരു മൂവി കാണുമ്പോൾ നമുക്കതിൽ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഫീൽ ചെയ്യും. ആൻഡ് തോന്നിയ കുറച്ച് പോർഷൻസ് അത് അതുപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ആൻഡ് പോസിറ്റീവ്സ് ഇഷ്ടം പോലെ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഉണ്ണി മുകുന്ദനെ തന്നെ പോസിറ്റീവ് പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പിന്നെ കുറേ ഫാൻ ഗ്രൂപ്പിലിട്ടിട്ടും പിന്നെ കുറേ ഇൻസ്റ്റാഗ്രാം മീം പേജുകളിലൊക്കെ ആ ഒരു പോർഷൻ മാത്രം നമ്മൾ എന്താണോ നെഗറ്റീവ് പറഞ്ഞ ആ പോർഷൻ മാത്രം എടുത്തു വെച്ചിട്ട് മീമുകൾ ഉണ്ടാക്കുക. പിന്നെ അത് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഇപ്പോൾ ഒരു കമൻറ്റിൻ്റെ തുടർന്നിട്ടായിരിക്കും അടിയിൽ വരുന്ന എല്ലാ കമൻസും. അതാണ് ഒരു കമൻറ്റ് ബോക്സിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത്. എന്താണ് കംപ്ലീറ്റ്ലി വീഡിയോയിൽ പറയുന്നതെന്നൊന്നും ആരും കേൾക്കൊന്നുമില്ല. അപ്പോൾ അങ്ങനത്തെ സാധനങ്ങൾ ഇതൊക്കെ ഭയങ്കര ഇതൊരു കൈൻഡ് ഓഫ് എന്താ പറയുക അതിഭീകരമായിട്ടുള്ള പ്രമോഷൻ ടാക്ടിക്സിൻ്റെ ഒരു ഭാഗമാണ്. അതിലൂടെ എനിക്കും പ്രമോഷൻ കിട്ടുന്നുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. ഏത് അങ്ങനെ ഒരു ഉണ്ട് അടുപ്പിലൂതുന്നതിൻ്റെ ആസനത്തിലുള്ളതാണുള്ള പരിപാടി. അങ്ങനത്തെ സാധനത്തിലൂടെ എനിക്കും കിട്ടുന്നുണ്ട്. കാരണം എപ്പോഴും ഈ സീക്രട്ട് ഏജൻറ്റ് ഉണ്ണി മുകുന്ദൻ ക്ലാഷിന് ഒരു ഒരു സംഗതി സ്പാർക്ക് കിടക്കുന്നുണ്ടല്ലോ. ഇവിടെ അതിന് മാത്രം ഒന്നും സംഭവിച്ചിട്ടില്ല. ആൻഡ് അയാൾ ആസ് എ ആക്ടർ, ആസ് എ പേഴ്സൺ അയാൾ നന്നായിട്ട് വളർന്നിട്ടുണ്ട്. അയാളുടെ ഇന്നലത്തെ ഒരു പ്രസ്സിനോട് സംസാരിക്കുന്ന അഡ്രസ്സ് ചെയ്ത് കാണുമ്പോൾ തന്നെ ഹി ഇവോൾവ്ഡ് എ ലോട്ട്. അത് ഭയങ്കര അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം സംസാരത്തിൽ തന്നെ ആ ഒരു മെച്യൂരിറ്റി വന്നിട്ടുണ്ട്. ആൻഡ് ചെയ്യുന്ന വർക്കുകളിലുള്ള കോൺഫിഡൻസ് വളരെയധികം കാണാനുണ്ട്. സോ ദാറ്റ്സ് എ ഡിഫറെൻറ്റ് തിങ്. പിന്നെ ഇവിടെ ഈ സിനിമാക്കാർ കൊടുക്കുന്ന ഒരു PR ടീമുണ്ട്. എല്ലാ പ്രൊഡക്ഷൻ ഹൗസുകളും അവരുടെ സോഷ്യൽ മീഡിയ PRസിന് ഒരു ടാസ്ക് കൊടുക്കും. ഓക്കെ, ബിക്കോസ് ഞാൻ ഇന്നലെ നോക്കുമ്പോൾ വിക്കി ഇതൊക്കെ ഇന്നലെ വിക്കി അളിയൻ നല്ല രീതിയിൽ അടിച്ച് പരത്തി വിട്ടിട്ടുണ്ട്. ബട്ട് ദ ഗെയിം സ്റ്റേസ് ഹിയർ. സീക്രട്ട് ഏജൻറ്റ് ഉണ്ണി മുകുന്ദൻ എന്ന് പറഞ്ഞ ഗെയിമാണ് ഇവിടെ നിൽക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു തരം കുത്തിക്കഴപ്പ് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള PR വർക്ക്സ് ഉണ്ട്. നിങ്ങൾക്കത് മനസ്സിലാവൂലേ, വ്യൂവേഴ്സിന് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. ഇത് ഞാൻ BBന്ന് ഇറങ്ങിയപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദർ ഈസ് എ സർട്ടൻ PR ടീം, സിനിമ PR ടീം ബിഹൈൻഡ് മീ. അവർക്ക് എൻ്റെ ക്രെഡിബിലിറ്റി എന്ന് പറഞ്ഞ സാധനത്തിൻ്റെ മുകളിലാണ് അവർക്ക് പൊളിച്ചെഴുത്ത് നടത്തേണ്ടത്. അൺഫോർച്ചുനേറ്റ്ലി ദാറ്റ്സ് നോട്ട് ഗോയിങ് ടു ഹാപ്പൻ. ഓക്കെ, ഏത് രീതിയിലും. കാരണം എനിക്ക് ധൈര്യമായിട്ട് ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ എപ്പോഴും ധൈര്യമായിട്ട് പറയുന്ന ഒരാളാണ്. ഓക്കെ, ഞാനതൊന്ന് ഇപ്പോൾ ഇത് പറഞ്ഞതുകൊണ്ട് അത് സംഭവിക്കുന്നതൊന്നും ഞാനങ്ങനെ പേഴ്സണലി അത് നോക്കിയിട്ടില്ല. ചില കാര്യങ്ങളിൽ ഫ്രണ്ട്സിൻ്റെ കാര്യങ്ങൾ വരുമ്പോൾ അവർക്ക് അത് സീനാവുന്നുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുകൊണ്ട് അവർക്ക് വിഷയമാവുന്നുള്ളത്, അത് ഞാൻ എപ്പോഴും പറയാറുണ്ട്. മൈ ക്ലോസ് ഫ്രണ്ട്സ് വിൽ ബി മൈ ക്ലോസ് ഫ്രണ്ട്സ്. അവർക്ക് ചുറ്റും എപ്പോഴും എൻ്റെ ഒരു ചിറക് ഇങ്ങനെ ഉണ്ടാവും. ഐ കീപ് ദാറ്റ്. അല്ലാത്ത പക്ഷം അങ്ങനത്തെ സീനൊന്നും എനിക്കില്ല. അപ്പം ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഇതിൻ്റെ ടീസർ ഇറങ്ങിയ സമയത്ത് എനിക്ക് വോവ് അടിച്ച്, അല്ലെങ്കിൽ അതിലൊന്നും ഇനി പറയില്ല, അത് ആ ടീസറെല്ലാം വോവ് ആയിരുന്നു അത്. അപ്പം അത് കണ്ട് അതിൻ്റെ കമൻറ്റ് ബോക്സ് കണ്ടിട്ട് വേണമെന്നെങ്കിൽ കാറ് കയറി വന്നിരുന്ന് ആ മൂവീൻ്റെ പോസിറ്റീവ് സൈഡ് മാത്രം പറഞ്ഞിട്ട് പോകുമായിരുന്നു. ഓക്കെ, പോസിറ്റീവ് സൈഡ് മാത്രം പറഞ്ഞിട്ട് പോയാൽ പിന്നെ മക്കളെ വേറെ ലെവലിലായിരുന്നു. ഈ ഏജൻറ്റിനെ കൊണ്ട് ഉണ്ണി പറയിപ്പിച്ചു, അങ്ങനെയായിരിക്കും ഗെയിം. മനസ്സിലായ? ഇന്നലെ കുറ്റം പറഞ്ഞ ഏജൻറ്റ്, ഇന്നലെ അയ്യപ്പൻ എന്ന് വിളിച്ച ഏജൻറ്റ് ഇന്ന് മാർക്കോയെ കൈയടിച്ചു. അപ്പം അത് വേറെ രീതിയിൽ സാധനങ്ങൾ. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഫോർ മീ, ഞാൻ സിനിമ കാണുന്നതും അതിൻ്റെ ഒപ്പീനിയൻ പറയുന്നതും കംപ്ലീറ്റ്ലി എൻ്റെ പേഴ്സണൽ താല്പര്യങ്ങൾക്ക് അനുസരിച്ചിട്ടാണ്. ഞാൻ വേറെ ഒരുത്തൻ്റെ വാക്കോ പൈസയ്ക്കോ ഞാൻ നിൽക്കാറില്ല. വർഷങ്ങളായിട്ട് എന്നെ ആദ്യമായിട്ട് തിയേറ്ററിൽ കൊണ്ടുപോയ എൻ്റെ മുത്തശ്ശൻ മുതൽ, പിന്നെ എൻ്റെ ഏട്ടന്മാരൊപ്പം പോകാൻ തുടങ്ങി, പിന്നെ ഞാൻ ഫ്രണ്ട്സിൻ്റെ ഒപ്പം പോകാൻ തുടങ്ങിയത് മുതൽ, ഇതൊക്കെ നമ്മൾ ഡെയിലി എക്സസൈസ് അപ്ലൈ ചെയ്യുന്ന പരിപാടികളാണ്. കൂട്ടം കൂടിയിരിക്കുമ്പോൾ സിനിമയെക്കുറിച്ച് സംസാരിക്കുന്നതും, സിനിമ കണ്ടതിനെക്കുറിച്ച് പറയുന്നതും, വരാൻ പോകുന്ന സിനിമകളെക്കുറിച്ച് സംസാരിക്കുന്നതൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു സ്പേസ് കിട്ടിയതുകൊണ്ട് നമ്മളത് ഇവിടെ പറയുന്നു എന്നേ ഉള്ളൂ, ഒരു ഒപ്പീനിയൻ റിവ്യൂ ആയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഇപ്പോൾ ഞാൻ തന്നെ കുറേ പേരോട് പേഴ്സണലി സംസാരിച്ചപ്പോൾ ഇന്നലെ അവർ ഞാൻ പറഞ്ഞ മറ്റേ ടൊമാറ്റോ പാക്കറ്റ് പൊട്ടിയ സാധനമൊക്കെ, അതുപോലെ ചില ഡയലോഗ് ഡെലിവറിയിൽ വന്നിട്ടുണ്ടായിരുന്ന ഒരു ക്രിഞ്ചിനെസ്, പാസത്തിലുണ്ടായിരുന്ന ഒരു ക്രിഞ്ചിനെസ്, ഇത് അവരും പറയുന്നുണ്ട് പേഴ്സണലി സംസാരിക്കുമ്പോൾ. പക്ഷേ വീഡിയോയിൽ ഒന്ന് പറയാൻ അവർക്ക് മടിയാണ്, പേടിയാണ് ആക്ച്വലി. മനസ്സിലായ? കാരണം പേടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുടെ അറ്റാക്ക് ഭയങ്കരമായിരിക്കും. ഇപ്പം ഞാൻ എൻ്റെ പേഴ്സണൽ ഇൻബോക്സിലൊക്കെ കയറി നോക്കുമ്പോൾ ഇന്ന് തൊന്തയ്ക്കും തൊള്ളയ്ക്കൊക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വെട്ടുവിളി. ഞാൻ നോക്കുമ്പോൾ സാധാരണ കമ്മ്യൂണിസ്റ്റുകാരൻ പറഞ്ഞാലാണല്ലോ, പിന്നെ വരുന്നത് ഉണ്ണി മുകുന്ദൻ കേസിലാണ്, ഇത് ഉണ്ണി മുകുന്ദൻ കേസിലാണ്. അതാണെങ്കിൽ കൊള്ളാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ
വാട്ട് എവർ ഇറ്റ് ഈസ്, ഞാൻ പറഞ്ഞില്ല എൻ്റെ ഒപ്പീനിയനാണ്, എൻ്റെ താല്പര്യമാണ്, എൻ്റെ പേഴ്സണൽ ഇഷ്ടമാണ്. എനിക്ക് ആ പടം ഞാൻ ആ റിവ്യൂവിൻ്റെ ലാസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് പടം ഇഷ്ടമായി. കാരണം ഞാൻ വയലൻസ് സിനിമ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. എനിക്ക് ആ പടം ഇഷ്ടമായിട്ടുണ്ട്. ഞാൻ എവിടെയും ആ പടം ഇഷ്ടമായില്ല എന്ന് പറഞ്ഞിട്ടില്ല. ആൻഡ് ഇതൊരു ബെഞ്ച് മാർക്കാണ്. ഓക്കെ, ആൻഡ് ഈ കൊല്ലത്തെ എന്താ പറയുക ഏറ്റവും വലിയ ഓപ്പണിങ്, ഏറ്റവും വലിയ ടിക്കറ്റ് സൈറ്റ്സിലൊക്കെ ഈ പടം ഫ്രണ്ട് ലൈനിലുണ്ട്. സോ ഹോപ്പ്ഫുള്ളി പടം എന്താണെങ്കിലും ക്ലിക്കാവും, ഒരു 100 crore അടിക്കും തന്നെയാണ് എൻ്റെ മൈൻഡ് പറയുന്നത്. കാരണം ആ ഒരു വയലൻസിൻ്റെ റേഞ്ച്, അവരെന്താണോ നമുക്ക് എക്സ്പെക്റ്റേഷൻ തന്നത് അതവർ ഡെലിവർ ചെയ്തിട്ടുണ്ട്. സോ പടം എന്താണെങ്കിലും ഹിറ്റാണ്. ഓക്കെ, പിന്നെ ഈ പറഞ്ഞ രീതിയിൽ എല്ലാവരും എപ്പോഴും വന്നിരുന്ന് എല്ലാവരെയും പൊക്കി പറയണമെന്നോ അല്ലാന്നുണ്ടെങ്കിൽ എല്ലാവരും എപ്പോഴും പോസിറ്റീവ് പറയണമെന്നുള്ള മൈൻഡ് സെറ്റ് ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആർക്കോ വേണ്ടിയിട്ട് എനിക്ക് കൊട്ടേഷൻ പണി എടുത്തിട്ട് നിങ്ങൾക്ക് തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കാനാണ് നിങ്ങളുടെ ക്യാരക്ടർ എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ വിളിച്ചോ, ഐ ഡോണ്ട് കെയർ. ഇപ്പോൾ വേറൊരാൾക്ക് വേണ്ടി, ഇപ്പോൾ നമ്മുടെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സിന് വേണ്ടിയിട്ടോ നമ്മളുടെ ഫാമിലിക്ക് വേണ്ടിയിട്ടോ നമുക്ക് വേറൊരാളെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുന്നതിൽ ഒരു ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റും. എവിടെയോ കിടക്കുന്നൊരു നടൻ അല്ലെങ്കിൽ എവിടുന്നോ കിടക്കുന്ന PR കുറച്ച് കാശ് കൊടുക്കുമ്പോഴത്തേക്ക് ഓടിപ്പോയിട്ട് വേറൊരാളുടെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുന്നതാണ് നിങ്ങളുടെ ക്യാരക്ടർ എന്നുണ്ടെങ്കിൽ യു കീപ്പ് ഓൺ ഡൂയിങ് ദാറ്റ്, നോ വറീസ്. എന്ത് വിഷയം, ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ടും കേൾക്കും, അത്രയല്ലേ ഉള്ളൂ. അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഗൈസ്, വേറെ കൂടുതലായിട്ടൊന്നും പറയാനില്ല. PR കളികൾ ഓൾവേസ് വെൽക്കം, PR അടികൾ അങ്ങനെ നടക്കട്ടെ. PR ഗെയിം കൊണ്ട് എനിക്കും മെച്ചമുണ്ട്, കാരണം കാശ് കൊടുക്കാതെ തന്നെ എനിക്ക് മെച്ചമുണ്ട്. കാരണം എന്നെ എപ്പോഴും എയറിൽ നിർത്തുന്നത് കൊണ്ട് PR ടീംസ് ആ സാധനം ഇങ്ങനെ ഇരിക്കും, ഇവിടെ ആ സീക്രട്ടീസ് എന്നുള്ള പേരിങ്ങനെ ഇരിക്കും, ആ ഫേസും ഇങ്ങനെ ഇരിക്കും. സോ താങ്ക്സ് ഫോർ ഗിവിങ് മീ ഫ്രീ പ്രൊമോഷൻ ടു ദ PR ടീം. നിങ്ങളാണ് എൻ്റെ ശക്തി മക്കളെ.